വെൽക്കം ടു പ്ലാൻ സെപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ സെറ്റ് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു സെൻട്രോസോം അസോസിയേറ്റഡ് പ്രോട്ടീൻസ് ആൻഡ് ദ സെല്ലുലാർ ഫംഗ്ഷൻ. അപ്പോൾ ഇത് അതായത് ഓരോ എക്സാംസിനും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ സെറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ബേസ് ആയിട്ട് പറയാം. ഒറോറ എ എന്ന് പറയുന്നത് മൈറ്റോട്ടിക് എൻട്രി ആൻഡ് എക്സിറ്റ്, സെൻട്രോസോം മ്യൂട്ടേഷൻ ആൻഡ് സെപ്പറേഷൻ, സ്പിൻഡിൽ ഫോർമേഷൻ, ഇവയാണ് തന്നിട്ടുള്ളത്. ആക്ച്വലി ഇവിടെ ആൻസർ വരുന്നതും എ തന്നെയാണ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് എ തന്നെയാണ്. കാരണം ഈ ഒരു ഒറോറ എ കൈനേസ് എന്ന് പറയുന്നത് സെൽ സൈക്കിളിലുള്ള ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു റെഗുലേറ്റർ ആയിട്ടുള്ള ഒരു എൻസൈമാണ് അറോറ എ കൈനേസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് സെൻട്രോസോം, അതായത് മൈറ്റോസിസിന്റെയും ഇന്റർഫേസിന്റെയും സമയത്ത് സെൻട്രോസോമിലാണ് ഈ ഒരു അറോറ എ കൈനേസ് കാണുന്നത്. സെൻട്രോസോമിന്റെ മെച്ചുറേഷനും കൂടാതെ സ്പിൻഡിലിന്റെ ഫോർമേഷനും മൈറ്റോട്ടിക് എൻട്രിക്കുമാണ് മെയിനായിട്ട് ഈ ഒരു അറോറ എ കൈനേസ് എന്ന് പറയുന്ന എൻസൈം ഹെൽപ്പ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അവർ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തത് നോക്കിയേ, NEK2 പ്രോട്ടീൻ കൈനേസ് കൊടുത്തേക്കുന്നത് ആന്റി അപ്പോട്ടോപ്സിസ് ആണ്. അതായത് പ്രോഗ്രാംഡ് സെൽ ഡെത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ആന്റി അപ്പോട്ടോപ്സിസ് ആയിട്ടാണ് NEK2 പ്രോട്ടീൻ കൈനേസ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അല്ല, പക്ഷെ കാരണം എന്താ, ഈ ഒരു NEK2 എന്ന് പറയുന്നതും ഒരു സെൻട്രോസോം അസോസിയേറ്റഡ് കൈനേസ് എൻസൈം തന്നെയാണ്. മെയിൻ ആയിട്ട് സെൻട്രോസോം ഡിസ്ജംഗ്ഷനാണ് ഈ ഒരു NEK2 എന്ന് പറയുന്ന എൻസൈം ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് രണ്ട് സെൻട്രിയോൾസിന്റെ സ്പ്ലിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് NEK2 എന്ന് പറയുന്ന എൻസൈം ഹെൽപ്പ് ചെയ്യുന്നത്, ആന്റി അപ്പോട്ടോസിസ് അല്ല. ദെൻ സി എന്ന് പറയുന്നത് ATM അല്ലെങ്കിൽ ATR ആണ്. ഇവിടെ കൊടുത്തേക്കുന്നത് സിസ്റ്റർ ക്രൊമാറ്റിഡ്സിന്റെ സെപ്പറേഷനും മൈറ്റോട്ടിക് എക്സിറ്റും പ്രോട്ടിയോസോമൽ ഡിഗ്രഡേഷനും ആണ്. പക്ഷെ മെയിൻ ആയിട്ട് ഒരു ATM or ATR എന്ന് പറയുന്നത് DNA ഡാമേജ് റെസ്പോൺസും ആയിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് സെൽ സൈക്കിളിന്റെ ചെക്ക് പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ATM-ഉം ATR-ഉം. അതായത് ഈ ഒരു സിസ്റ്റർ ക്രൊമാറ്റിഡ്സിന്റെ സെപ്പറേഷനും പ്രോട്ടിയോസോമൽ ഡിഗ്രഡേഷനും ഒക്കെ മെയിൻലി കൺട്രോൾ ചെയ്യുന്നത് APC-C ആണ്. അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് ആണ്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെൽ സൈക്കിൾ ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, മൂവ് ഓൺ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കൂടി ഒന്ന് കാണാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് പോകാം. ഒന്നാമത്തത്, ജീൻസ് ലൊക്കേറ്റഡ് ഓൺ ഡിഫറെന്റ് ക്രോമസോംസ് ഹാവ് ഹയർ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റീകോമ്പിനേഷൻ ദാൻ ദോസ് പ്രസന്റ് ഇൻ ദ സെയിം ക്രോമസോം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്രോമസോമിൽ ഉണ്ടാകുമ്പോഴാണ് അവിടെ റീകോമ്പിനേഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതൽ. രണ്ടും സെയിം ക്രോമസോമിൽ ആണെങ്കിൽ അവിടെ ലിങ്ക് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ നോക്കിയേ, ഫോർ ജീൻസ് ലൊക്കേറ്റഡ് ഓൺ ദ സെയിം ക്രോമസോം ദ പ്രൊപ്പോർഷൻ ഓഫ് പാരന്റൽ ജീൻ കോമ്പിനേഷൻസ് ഈസ് ഹയർ ദാൻ ദ നോൺ പാരന്റൽ കോമ്പിനേഷൻ. അതായത് അവിടെ ലിങ്കേജ് ആണല്ലോ, അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല അസോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സെയിം പാരന്റൽ ജീനിന്റെ പ്രൊപ്പോർഷൻ ആയിരിക്കും അവിടെ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കാം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. Then third one, Morgan used Drosophila as a genetic model to visualize the changes in the chromosomal pattern, explain the observation of Mendel. Okay, for this he performed a dihybrid cross of yellow-bodied white-eyed female with brown-bodied red-eyed male. നമ്മൾ ആ ഒരു ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ പഠിക്കുമ്പോൾ ഡ്രോസോഫിലയിൽ ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനും ഇവിടെ കറക്റ്റ് ആണ് വരുന്നത്. സോ ഇവിടെ 1ഉം 2ഉം 3ഉം കറക്റ്റ് ഓപ്ഷൻ ആണ് വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, പക്ഷെ ഒന്ന് thorough ആയിട്ട് വായിച്ചാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Then third ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെലക്ട് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് കണക്റ്റഡ് വിത്ത് ജീൻ എക്സ്പ്രഷനും അതായത് റെഗുലേഷനും സൈലൻസിങ്ങും MIRNA ഒരു RNA ഇന്റർഫെറൻസ് ഒക്കെ വരുന്ന ഒരു സൈലൻസിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, RNA interference is thought to have evolved as a type of genetic immune system protecting the organism from unwanted foreign genetic materials such as double-stranded RNA which is otherwise non-existent in cell.
ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം RNA ഇന്റർഫറൻസ് അല്ലെങ്കിൽ RNAi എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഏതെങ്കിലും ഒരു വൈറസോ ട്രാൻസ്പോസോൺസോ നമ്മളുടെ യുക്കാരിയോട്ടിക് ബോഡിയിൽ കയറി അവരെന്ത് ചെയ്യുന്നു, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു അത്തരം ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA യൂഷ്വലി യുക്കാരിയോട്ടിക് സെല്ലിൽ പ്രസന്റ് അല്ല. അപ്പൊ ആ ഒരു സമയത്ത് RNA ഇന്റർഫറൻസ്, ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഇന്റർഫിയർ ചെയ്തിട്ട് ആ ഒരു ഡിഫൻസ് മെക്കാനിസം എൻഹാൻസ് ചെയ്യാൻ RNAi മെക്കാനിസം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ 1 എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആണ്. Then നെക്സ്റ്റ് നോക്കിയേ, Argonaute proteins are components of the RNA induced silencing complex. This risk is involved in RNAi and therefore involved in gene silencing. ആ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ്. കാരണം ഈ ഒരു ആർഗനോട്ട് പ്രോട്ടീൻ എന്ന് പറയുന്നത് റിസ്ക് എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീനിന്റെ ഒരു കാറ്റലിറ്റിക് ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. അതായത് റിസ്കിനെ കാറ്റലൈസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ്. അപ്പൊ മെയിൻലി എന്താ യൂസ് ചെയ്യുന്നത്, എന്താ ഒരു സ്മോൾ RNA ഗൈഡിനെ യൂസ് ചെയ്തിട്ടാണ് mRNA നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ ഒരു mRNA പോയിട്ട് ക്ലീവ് ചെയ്യുന്നത്, റെക്കഗ്നൈസ് ചെയ്ത് ക്ലീവ് ചെയ്യുന്നത്. അതുവഴിയാണ് ഈ ഒരു ജീൻ സൈലൻസിങ് അവർ സാധ്യമാക്കുന്നത്. ഓക്കെ, then third one നോക്കിയേ, DROSHA is an enzyme that cleaves the primary transcript of mRNA. അത് ശരിയാണ്, ഡ്രോഷ തന്നെയാണ് പ്രൈമറി miRNA ട്രാൻസ്ക്രിപ്റ്റിനെ ക്ലീവ് ചെയ്യുന്നത്. Next നോക്കിയേ, the primary transcript has a 5' cap and a poly A tail and is long double stranded. ഈ ഒരു കാര്യമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് ദി കേസിലും ഈ ഒരു miRNA പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ല, സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, ലാർജ്ലി സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഏതായിരിക്കും വരിക? 1ഉം 2ഉം മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ 3 എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് വന്നത് കൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, അതായത് മേജർ ഹിസ്റ്റോ കോമ്പാറ്റബിലിറ്റി കോംപ്ലക്സുമായിട്ട്, അതായത് MHC കോംപ്ലക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഇമ്മ്യൂണിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, MHC എന്ന് പറയുന്നത് polymorphic ആണ് in nature and show genetic polymorphism by expressing different alleles of gene. അതുവരെയുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. MHC എന്ന് പറയുന്നത് ഹൈലി പോളിമോർഫിക് ആണ്. അതായത് ഒരു പോപ്പുലേഷന്റെ ഉള്ളിൽ തന്നെ പല അലീൽസും MHC ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ ആക്ച്വലി അവിടെ കോഡോമിനന്റ് ആയിട്ടാണ് അവ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെറ്റേണൽ ആൻഡ് പാറ്റേണൽ അലീൽസും ഒരു സിംഗിൾ സെല്ലിൽ തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് അവിടെ എക്സ്പ്രസ് ചെയ്യും. അതാണ് കോഡോമിനന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, CD4 എന്ന് പറയുന്നത് ഒരു മോണോമെറിക് സിംഗിൾ ചെയിൻ ആണ്, which recognize MHC2 molecule and is present on T helper cells. ഓക്കെ, ആ ഒരു CD4 എന്ന് പറയുന്നത് മോണോമെറിക് ചെയിൻ തന്നെയാണ്, T helper സെല്ലിലാണ്, MHC2നെ റെക്കഗ്നൈസ് ചെയ്യാനാണ്. അത് കറക്റ്റ് ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഒരു കോർ എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈനും 3 ക്രിട്ടിക്കൽ സെറീൻ റെസിഡ്യൂ ആണ് ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു CD4ന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മെയിൻലി 4 ഇമ്മ്യൂണോഗ്ലോബുലിൻ ലൈക്ക് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ ആണ്. ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഒരു സിംഗിൾ കോർ ഡൊമൈൻ അല്ല ഉള്ളത്, 4 ഇമ്മ്യൂണോഗ്ലോബുലിൻ ആയിട്ടുള്ള ഒരു എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ ആണ് അവയ്ക്കുള്ളത്. ഓക്കെ, ക്ലാസ് 1ഉം ക്ലാസ് 2ഉം ഒക്കെ ഉണ്ട്. ദെൻ CD4ന്റെ കേസ് ആണ് പറയുന്നത്. ഓക്കെ, അവയുടെ ആ ഒരു സൈറ്റോപ്ലാസ്മിക് ടെയിൽ പ്രസന്റ് ആണ്. ആ ഒരു സൈറ്റോപ്ലാസ്മിക് ടെയിൽ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് LCK ടൈറോസിൻ കൈനേസുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടാണ് ഉള്ളത്. അവയിൽ ഒരു 3 ക്രിട്ടിക്കൽ സെറീൻ റെസിഡ്യൂ ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 1 മാത്രമാണ്. ഓക്കെ, So last ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ കണക്റ്റഡ് ടു ജനറ്റിക് ഫാക്ടേഴ്സ്. ഹാർഡി വെയിൻബർഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് അതായത് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ പോപ്പുലേഷൻ ജനറ്റിക്സിൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ജീൻ മൈഗ്രേഷൻ ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പൊ ജീൻ മൈഗ്രേഷൻ എന്താണ്? അതായത് ഒരു പോപ്പുലേഷൻ അടുത്ത പോപ്പുലേഷനിലേക്ക് മൂവ് ചെയ്യാണ്. അതായത് മറ്റൊരു പോപ്പുലേഷനിൽ നിന്ന് ന്യൂ പോപ്പുലേഷനിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ജീൻസും കൂടി അവിടെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ജനറ്റിക്സിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതായത് പുതിയ അലീൽസ് പോപ്പുലേഷനിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവിടെ അലീൽ ഫ്രീക്വൻസീസിൽ മാറ്റം ഉണ്ടാകും. സോ അവിടെ എന്തുണ്ടാകും? ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിനെ എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് കറക്റ്റ് ആണ്. രണ്ടാമത് എന്താണ്? ജനറ്റിക് ഡ്രിഫ്റ്റ് ആണ്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോട്ടിൽ നെക്ക് ഇഫക്റ്റ് ഒക്കെ ഫൗണ്ടേഴ്സ് ഇഫക്റ്റ് ഒക്കെ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് എന്താ
പെട്ടെന്ന് ഉണ്ടാകുന്ന റാൻഡമായിട്ട് സ്മോൾ പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, അവിടെ അലീൽ ഫ്രീക്വൻസിയിൽ മാറ്റം ഉണ്ടാകുന്നതാണ്. ഒരു ബൈ ചാൻസ് ആയിട്ട് ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അവിടെ എന്താ പെട്ടെന്നൊരു എന്തെങ്കിലും എൻവയൺമെന്റൽ ഇഷ്യൂസ്, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ സ്മോൾ പോപ്പുലേഷന്റെ പകുതി മുക്കാലും അങ്ങ് ഡിസ്ട്രോയ് ചെയ്ത് പോകുമ്പോൾ അവിടെ വലിയ രീതിയിൽ അലീൽസിന്റെ ആ ഒരു നമ്പറിൽ ലോസോ അല്ലെങ്കിൽ ഫിക്സേഷനോ ഉണ്ടാകുന്നുണ്ട്. അവിടെയും ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ നോക്കിയേ, ജനറ്റിക് ഡ്രോപ്പ് ആണ്. ഈ ഒരു ജനറ്റിക് ഡ്രോപ്പ് എന്ന് പറയുന്ന ആക്ച്വലി എന്താ ഈ ഒരു പോപ്പുലേഷൻ ജനറ്റിക്സുമായിട്ടോ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ആയിട്ടോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സയന്റിഫിക് ടേം അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് ആണ് എന്ന് സയന്റിഫിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ആൻസർ വരേണ്ടത്. ഓക്കെ, 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു എന്താ ടൈപ്പ് ഓഫ് ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ആ ഒരു ഹൈ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.